അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ തലസ്ഥാനത്തെ സർക്കാർ കണ്ണാശുപത്രി. ആശുപത്രിയിലെ ശുചിമുറിയിലേക്കുള്ള വെള്ളം തടസ്സപ്പെട്ടു. ലിഫ്റ്റും തകരാറിലായി. ഇതോടെ നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ഇടം. തലസ്ഥാനത്തെ സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് വേണ്ടവിധം സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ശുചിമുറിയിൽ വെള്ളമുണ്ടായിരുന്നില്ല. എന്നാൽ രോഗികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഉടനടി നടപടിയും. 2 ദിവസം മുൻപാണ് ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായത്. ഇതോടെ സർജറി നടക്കേണ്ട 3ാം നിലയിലേക്ക് രോഗികൾക്ക് നടന്നു കയറേണ്ട അവസ്ഥ. സാങ്കേതിക പ്രശ്നങ്ങളാണ് ലിഫ്റ്റ് തകരാറിലാക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ കണ്ണാശുപത്രിയിലെത്തുന്ന കണ്ണിന് ചികിത്സ തേടുന്നവർക്ക് യാത്ര ചെയ്യാൻ ലിഫ്റ്റ് സംവിധാനം ഉറപ്പാക്കിയില്ലെങ്കിൽ എന്താകും അവസ്ഥ? കംപ്ലൈൻ്റ് ആയിരുന്നു. വയസ്സായ ആൾക്കാർക്ക് കയറി പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നടക്കേണ്ട സർജറി ഉച്ച കഴിഞ്ഞാണ് സർജറി തന്നെ ഓപ്പൺ ആയത്. അവർ പിന്നെ സർജറി ആയതുകൊണ്ട് ലിഫ്റ്റ് ശരിയാക്കിയതായിരിക്കും. 2 ദിവസമായിട്ട് ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അതുമാത്രമല്ല, വെള്ളം ബാത്റൂമിൽ സ്ത്രീകൾ ആ ഏരിയയിലുള്ള ബാത്റൂം പോലും കംപ്ലൈൻ്റ് ആണ്. അവർ വെള്ളം കിട്ടാറില്ല. ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 എന്ന് സർക്കാർ ആവർത്തിക്കുകയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ ഇതെല്ലാമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ നൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.